ഹലോ സ്റ്റുഡൻസ്, ഫ്ലാറ്റ് പൊസിഷനിൽ ഡിപ്പ് ട്രാൻസ്ഫർ ടെക്നിക് ഉപയോഗിച്ച് 10 കട്ടിയുള്ള ഇളം സ്റ്റീൽ പ്ലേറ്റിൽ ബട്ട് വെൽഡ് സിംഗിൾ വി ബട്ട് ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവിലേക്ക് നമുക്ക് പോകാം. അതിനായി ഗ്യാസ് കട്ടിംഗ് ആൻഡ് ഗ്രൈൻഡിംഗ് മെത്തേഡ് ഉപയോഗിച്ച് മെറ്റൽ പ്ലേറ്റുകളെ ബിവെല്ലിങ്ങും റൂട്ട് ഫേസും ചെയ്യണം. ആവശ്യാനുസരണം റൂട്ട് ക്യാപ്പും ടാക്ക് വെൽഡും ചെയ്തു വെച്ച പ്ലേറ്റുകളെ ഒരു സമാന്തര പ്രതലത്തിൽ അലൈൻ ചെയ്തു വയ്ക്കുക. റൂട്ട്, സെക്കൻഡ് ആൻഡ് തേർഡ് പാസസിനു വേണ്ടി വെൽഡിംഗ് മെഷീന്റെ വെൽഡിംഗ് അളവുകളെ സെറ്റ് ചെയ്ത് വയ്ക്കുക. റൂട്ട് റൺ ചെയ്ത് ജോയിന്റിന്റെ 2 പ്രതലങ്ങളിലും യൂണിഫോം മെൽറ്റിങ്ങും കംപ്ലീറ്റ് പെനിട്രേഷനും ഉറപ്പുവരുത്തുക. ഓരോ റൂട്ട് റൺ കഴിയുമ്പോഴും വയർ ബ്രഷ് ഉപയോഗിച്ച് ഇന്റർ ബീഡ് ക്ലീനിങ് സശ്രദ്ധം ചെയ്യണം. വീവിംഗ് ടെക്നിക് ഉപയോഗിച്ച് വേണം 2ാമത്തെയും 3ാമത്തെയും റൂട്ട് റൺ ചെയ്യാൻ. ന്യൂനതകളില്ലാതെ ക്രേറ്റർ ഫില്ലിങ്ങും ജോയിന്റ് വെൽഡിങ്ങും ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. സുരക്ഷയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. സുരക്ഷിതമായ വസ്ത്രധാരണ രീതിയായിരിക്കണം ഈ ജോലിക്ക് ഉപയോഗിക്കേണ്ടത്. ആദ്യം റെസ്പിറേറ്റർ, ഗ്ലോവ്സ്, സ്റ്റീൽ ടോ റബ്ബർ സോൾ ബൂട്ട്സ്, അഗ്നി പ്രതിരോധ വസ്ത്രങ്ങൾ, ഹെൽമറ്റും ഹുഡും. ആദ്യപടിയായി പവർ സോഴ്സിനെ സെറ്റ് ചെയ്യുക. ഇവിടെ പറയുന്ന ജോലിക്ക് 18 മുതൽ 19 വരയ്ക്കും വോൾട്ട് സെറ്റ് ചെയ്യുക. 90 മുതൽ 100 വരയ്ക്കും ആംപിയർ സെറ്റ് ചെയ്യുക. ഗ്യാസ് ഫ്ലോ 8 മുതൽ 10 ലിറ്റർ പെർ മിനിറ്റ് ആയിരിക്കണം. സ്മൂത്ത് ആൻഡ് കൺട്രോൾഡ് വെൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ശരിയായ ബാലൻസ് ഈ സെറ്റിങ്ങുകൾ മൂലം കിട്ടുന്നു. mm തിക്നെസ് ഉള്ള പ്ലേറ്റുകളുടെ ട്രാൻസ്വേഴ്സ് ഡിസ്റ്റോർഷൻ ഇല്ലാതാക്കാൻ 183 ഡിഗ്രി കോണിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ജോയിൻ ചെയ്യേണ്ട പീസുകളെ വളരെ നന്നായി വൃത്തിയാക്കി വയ്ക്കാം. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്ലേറ്റിന്റെ മുകൾ ഭാഗം, ഗ്രൂവിന്റെ 2 വശങ്ങളും ജോയിന്റിന്റെ അടിവശം. ഗ്രൂവിന്റെ ഉള്ളിലെ ആംഗിളിന്റെ അളവ് 40 அல்லது 45 ഡിഗ്രി ആംഗിളിലായിരിക്കണം. mm റൂട്ട് ഫേസ് ഉള്ള ഫൈലർ ഉപയോഗിച്ച് വളഞ്ഞ വശങ്ങളെ ഇവിടെ കാണുന്നത് പോലെ ഗ്രൈൻഡ് ചെയ്യുക. ഈ തയ്യാറെടുപ്പുകളെല്ലാം വളരെ വൃത്തിയായും ന്യൂനതകളില്ലാതെയും വെൽഡ് ചെയ്യുവാൻ സഹായിക്കുന്നു. mm ഗ്യാപ്പ് വരുന്ന രീതിയിൽ പ്ലേറ്റുകളെ അകറ്റിവയ്ക്കുക. അടുത്തതായി 2 പീസസിനെയും ടാക്ക് വെൽഡ് ചെയ്യുക. ചിത്രത്തിൽ കാണുന്നത് പോലെ പൊസിഷൻ ചെയ്യുക. വെൽഡ് ചെയ്യുമ്പോൾ പ്ലേറ്റുകൾ മേശയോടൊപ്പം ചേരാതിരിക്കാൻ മേശയ്ക്കും പ്ലേറ്റുകൾക്കും ഇടയിൽ ആവശ്യാനുസരണം സ്പേസ് അനുവദിക്കുക. ഇങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത് കൊണ്ട് വെൽഡിംഗ് ചെയ്യേണ്ട 2 പീസുകളും വളരെ ഭദ്രമായി ശരിയായ സ്ഥാനത്ത് ഇരിക്കും. ഇനി നമ്മൾ പ്രധാനപ്പെട്ട പ്രവൃത്തിയിലേക്ക് കടക്കുകയാണ്. വെൽഡിംഗ് ടെക്നിക്. വെൽഡിംഗ് ഗണ്ണിനെ 90 ഡിഗ്രി കോൺ ലംബമായി പിടിക്കുക. ഇനി വെൽഡിംഗ് ചെയ്യേണ്ട ടാക്കിന്റെ മുകളിൽ ആർക്ക് സ്ട്രൈക്ക് ചെയ്യുക. ബാക്ക് ഹാൻഡ് ടെക്നിക് ഉപയോഗിച്ച് ആർക്ക് ടോർച്ച് ഇടതുഭാഗത്തു നിന്നും വലതുഭാഗത്തിലേക്ക് കൊണ്ടുപോവുക. ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുക. ഇടതുവശത്തു നിന്നും വലതുവശത്തിലേക്ക് പോകുമ്പോൾ 5 മുതൽ 15 ഡിഗ്രി വരെ ഇൻക്ലിനേഷൻ വേണം. അത് ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് വെൽഡിങ്ങിന് വേണ്ടി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബീഡ് സീക്വൻസ് ഫോളോ ചെയ്യുക. വശങ്ങളിലെ പ്രതലങ്ങൾ കൂടാതെ ബീഡ്സും യൂണിഫോമായി ഫ്യൂസ് ആകാൻ
വീവിംഗ് മോഷൻ ഉപയോഗിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ സെക്കൻഡ് പാസിൽ ഒരു നോൺ മെറ്റാലിക് ഇൻക്ലൂഷൻ ഇല്ലാതിരിക്കാൻ ഒരു കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് റൂട്ട് റൺ സശ്രദ്ധം വൃത്തിയാക്കുക. 90 മുതൽ 100 ആംപിയർ വരയ്ക്കും കറന്റ് സെറ്റ് ചെയ്യുക. സെക്കൻഡ് റണ്ണിന് വേണ്ടി ആർക്കിൻ്റെ വോൾട്ടേജ് 19 മുതൽ 20 വോൾട്ട് വരയ്ക്കും സെറ്റ് ചെയ്യുക. ഇവിടെ റൂട്ട് റണ്ണിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ വേഗം വളരെ കുറച്ച് നിയന്ത്രിക്കുന്നതാവും ഉചിതം. ഇനി തണുക്കാൻ അനുവദിക്കുക. ഫ്യൂസ് ചെയ്ത ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടെ പരിശോധിക്കുക. റൂട്ടിൽ ഉടനീളം ഒരേ രീതിയിൽ ശരിയായ അളവിലാണോ ചേർന്നിരിക്കുന്നതെന്ന് പരിശോധിക്കുക. ജോയിന്റിൽ 0.5 മുതൽ 1 മില്ലിമീറ്റർ വരയ്ക്കും റൂട്ട് റീഇൻഫോഴ്സ്മെന്റ് പൊങ്ങിയിരിക്കണം. ബേസ് മെറ്റലിനോടൊപ്പം വെൽഡ് ചെയ്ത ഭാഗം വളരെ സ്മൂത്തായി ഒരേ രീതിയിൽ ചേർന്നിരിക്കാൻ ശ്രദ്ധിക്കണം. മെറ്റൽ പ്രതലത്തിന്റെ മുകളിൽ റീഇൻഫോഴ്സ്മെന്റ് 1 mm അളവിൽ ഉയർന്നു കാണണം. അത് തീർച്ചയായും 1.5 mm താഴെയായിരിക്കണം. ചുരുക്കത്തിൽ സംഗ്രഹിക്കാം. ആദ്യം പവർ സോഴ്സ് 18 മുതൽ 19 വോൾട്ട്സ് ആയി ക്രമീകരിക്കുക. 90 മുതൽ 100 ആംപിയർ വരയ്ക്കും കറന്റ് ക്രമീകരിക്കുക. ഗ്യാസ് ഫ്ലോ 8 മുതൽ 10 ലിറ്റർ പെർ മിനിറ്റ് ആയി വയ്ക്കുക. വെൽഡ് ചെയ്യേണ്ട ലോഹഭാഗങ്ങളെ വളരെ ശ്രദ്ധയോടെ വൃത്തിയാക്കുക. ടാഗ്സ് ശരിയായ സ്ഥാനത്തിൽ ഉറപ്പിക്കുക. ബാക്ക് ഹാൻഡ് ടെക്നിക് ഉപയോഗിക്കുക. 5 മുതൽ 15 വരയ്ക്കും ഇൻക്ലിനേഷൻ ശ്രദ്ധിക്കുക. സ്മൂത്ത് ഫ്ലോ ഉണ്ടാകാൻ വീവിംഗ് മോഷൻ ഉപയോഗിക്കുക. ബീറ്റ് സീക്വൻസ് ഫോളോ ചെയ്യുക. ശരിയായ രീതിയിൽ റീഇൻഫോഴ്സ്മെന്റും പെനിട്രേഷനും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. കൺഗ്രാറ്റുലേഷൻസ്, താങ്കൾ ഫ്ലാറ്റ് പൊസിഷനിൽ ഡിപ്പ് ട്രാൻസ്ഫർ ടെക്നിക് ഉപയോഗിച്ച് 10 കട്ടിയുള്ള ഇളം സ്റ്റീൽ പ്ലേറ്റിൽ ബട്ട് വെൽഡ് സിംഗിൾ വി ബട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. നന്ദി, നമസ്കാരം.